കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞ തട്ടമംഗലം എന്ന പാലക്കാടൻ ഗ്രാമത്തിലെ സുന്ദരമായ ഒരു പ്രഭാതം. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ മുന്നിക്കിടന്നല്ലോ. എല്ലാ അമ്മമാരെയും പോലെ എൻ്റെ മകനും വലുതായി എന്തൊക്കെയോ ആകും എന്ന പ്രതീക്ഷയിൽ ആ അമ്മയും ആ കുഞ്ഞിനെ ഓമനിച്ചു വളർത്തി. സ്നേഹനിധിയായ ഓപ്പോളും തത്തുല്യം സ്നേഹനിധിയായ അനിയനും കളിച്ചു വളർന്നു. സൽഗുണസമ്പന്നനും അതിലുപരി ക്ഷമാശീലനുമായിട്ടുള്ള നമ്മുടെ കഥാനായകൻ പക്ഷേ സ്കൂളിൽ പോകാൻ വല്ലാത്ത ചതിയും പുറത്തന്റെ പിന്നീടൊരടിയും. 90കളിൽ ജനിച്ചു വളർന്ന ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ ക്രിക്കറ്റ് ആയിരുന്നു അയാൾക്കെല്ലാം. നാടിനും വീടിനും പൊന്നോമനയായി എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന കൂട്ടുകാരനായി അയാൾ വളർന്നു. വീട്ടുകാർക്ക് ഇവൻ കുട്ടൻ, കുട്ടികൾക്ക് ഇവൻ കുട്ടേട്ടൻ, നാട്ടുകാർക്ക് ഇവൻ ഋഷി, കൂട്ടുകാർക്കിടയിൽ അവൻ ഒറ്റ പേരേ ഉള്ളൂ, നത്തുനാരായണൻ. എടാ നത്തൻ.
തന്നിലെ ഉറങ്ങിക്കിടന്നിരുന്ന കലാകാരനെ തിരിച്ചറിയാൻ തുടങ്ങിയത്. ना हो तू दास तेरे पास पास मैं रहूंगी जिंदगी भर ना हो तू ना हो तू दास तेरे पास पास मैं रहूंगी जिंदगी भर ना हो तू दास तेरे पास पास मैं रहूंगी जिंदगी भर सारे संसार का प्यार मैंने तुझे निभाया तू मेरे दिल की रे और जीने को क्या चाहिए കോളേജ് കാലഘട്ടം. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ഹുയാൻ സാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ പഠിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അസ്വസ്ഥരായ പുതുതലമുറയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ കഥാനായകൻ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്,